ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺപണി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷും കൺപണിയും കൂടി ഈ നാട് വിടുകയാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് വിഘ്നേശ്വരൻ്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് എല്ലാ പ്രശ്നങ്ങളും ആറി തണുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കുകയാണെന്ന് പറയുന്നുണ്ട് വിഘ്നേശ്വരനോട്. അങ്ങനെ അവർ പുറപ്പെടുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ വീണ്ടും സാഗറിനെയും അതുപോലെ തന്നെ സുജുവിനെയും കാണിക്കുന്നത്. ഈ രഹസ്യം അറിഞ്ഞിട്ട് സാഗർ നേരിട്ട് തന്നെ മാനസിയോട് ചോദിക്കുന്നുണ്ട്, ബലരാമൻ ഞങ്ങളുടെ മകനാണെന്നുള്ളത് നിന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് അങ്കിൾ ഞാൻ സത്യം തന്നെ എന്നോട് തുറന്നു പറയണമെന്ന് പറയുന്നുണ്ട്. അത് സുമിത്ര തന്നെയാണ് പറഞ്ഞത് എന്നോട് എന്ന് പറയുന്നു കേട്ടോ. ഇതിൻ്റെ സത്യാവസ്ഥ കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഇനി എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ പിന്നെയും ബലരാമനെ തന്നെയാണ് കാണിക്കുന്നത്. ബലരാമനാണെങ്കിൽ ലാലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭാഗ്യശ്രീയും കൂടെയുണ്ട്. എന്നിട്ട് ലാലിയോട് ചോദിക്കുന്നുണ്ട് നേരിട്ട് തന്നെ, നിങ്ങൾ എന്തിനാണ് എന്നെ എടുത്തിട്ട് സുമിത്രയ്ക്കും ബാലഗോപാലിനും കൊടുത്തത്? എന്ത് ചതിയാണ് നിങ്ങൾ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ലാലിയാണെങ്കിലോ ബലരാമൻ്റെ കാല് പിടിക്കുന്നുണ്ട്. തെറ്റ് പറ്റിപ്പോയി മോനെ എന്ന് ചോദിച്ചിട്ട്. അതിനുശേഷം വീണ്ടും ഓഫീസിൽ തന്നെ കാണിക്കുന്നത് കേട്ടോ. ഓഫീസിലാണെങ്കിലോ സാഗർ വന്നിട്ട് ഈ ടെൻഷനായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന സമയത്ത് തന്നെ ദേവിജി പറയുന്നുണ്ട്, ഇതെല്ലാം സത്യമാണ് സാഗർ എന്ന് പറയുന്നു. ദേവ് സാറിനും അറിയാമോ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് മാത്രമല്ല കൃഷിനും കൺമണിക്കും അങ്ങനെ ഭാഗ്യശ്രീക്കും അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അറിയാം. ഞങ്ങൾക്കത് പറയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല സാഗർ. അതുകൊണ്ടാണ് ബലരാമൻ നിൻ്റെ മകൻ തന്നെയാണ്, നിൻ്റെ മൂത്ത മകൻ സുജുവിനും നിനക്കുണ്ടായ മൂത്ത മകനാണെന്ന് പറയുന്നു കേട്ടോ. അവനെ നീ നിൻ്റെ മകനായിട്ട് തന്നെ സ്വീകരിക്കണമെന്ന രീതിയിൽ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ എല്ലാം തകർന്നു. പക്ഷെ തൻ്റെ മകനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ സാഗർ ബലരാമനെ വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ബലരാമൻ വരാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഞാനാ വിളിക്കുന്നത്, എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയേ പറ്റുള്ളൂ എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും മകനെ കിട്ടിയ സന്തോഷത്തിലായിരിക്കും ഇനി സുജുവും അതുപോലെ തന്നെ സാഗറും. കൃഷ്ണൻ കൺമണിയാണെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്ക് പോയിരിക്കുക കേട്ടോ. ഇതിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ പ്രൊമോ റിവ്യൂ കഴിയുന്നത് എപ്പിസോഡായിട്ട് കാണാം കേട്ടോ.